കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരണം. ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെയായിരുന്നു കുട്ടിക്ക് മർദ്ദനമേറ്റത്. മരണത്തിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ്. വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. എങ്കിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ സംഭവത്തിലേക്ക്, ഇത്രയും ദാരുണമായ ഒരു സംഭവത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? ഹരിത, വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ പ്രഭാതം തുടങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. പാലോറക്കുന്ന് സ്വദേശിയായിട്ടുള്ള, അതായത് ചുങ്കം പാലോറക്കുന്ന് സ്വദേശി ഇഖ്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെയാണ് താമരശ്ശേരിയിൽ വെച്ച് ഫെയർവെൽ പാർട്ടിക്കിടെ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും അതിൽ തന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനെ തുടർന്ന് ആ വിദ്യാർത്ഥി ഗുരുതര നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ വെച്ചാണ് ഈ വിദ്യാർത്ഥിയുടെ മരണം സംഭവിക്കുന്നത്. ക്ഷമിക്കണം, ഇന്നലെയല്ല, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഫെയർവെൽ പാർട്ടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചപ്പോൾ ഇടയ്ക്ക് സാങ്കേതിക തകരാർ മൂലം പാട്ട് ഓഫായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉടലെടുത്തത്. ആ സംഘർഷത്തിലാണ് ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആ ഷഹബാസ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ അങ്ങേയറ്റം ദാരുണമായ ഒരു സാഹചര്യം. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ഓളം വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ പിന്നീട് 2 പേരെ കൂടി അധികമായി കസ്റ്റഡിയിലെടുത്തു. നേരത്തെ ഈ 5 പേരിൽ, നിലവിൽ കസ്റ്റഡിയിലുള്ള 5 പേരിൽ 3 പേർ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം നടത്തിയതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. പോലീസിന് ഇത് സംബന്ധിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമാണ് ചെയ്യാൻ കഴിയുക. അതിനപ്പുറമുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു ദൗർഭാഗ്യകരമായ ഒരു വശം അതാണ്. അത് പിന്നീട് ഇത്തരം അക്രമങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിലൂടെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി രക്തസാക്ഷിയായിരിക്കുന്നു. ഹരിത, റിയാസ്, ഈ ഒരു വാർത്ത നമുക്കറിയാം വധശ്രമമാണ്, കൊലക്കുറ്റമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവർക്ക് ജുവനൈൽ ആക്ടിവിറ്റി പ്രകാരം മാത്രമേ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റെന്തൊക്കെ വകുപ്പുകൾ ഇവർക്ക് ചുമത്താൻ സാധിക്കുകയുള്ളൂ? ഇപ്പോൾ നിലവിൽ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു കേസിൽ പ്രതിയായിട്ടുണ്ട്? നിലവിൽ 5 പേരാണ് ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിലുള്ളത്. അതിലുള്ള 3 പേരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി നേരത്തെയും ചെയ്തിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ഷഹബാസിന്റെ കൊലപാതകം എന്ന് തന്നെ പറയാവുന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റുമുട്ടൽ, അത് നേരത്തെ ഈ ഞായറാഴ്ചയാണ് ഫെയർവെൽ പാർട്ടി ഉണ്ടാകുന്നത്. അന്ന് അവിടെ വെച്ച് പരസ്പരം ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം കൂവിവിളിക്കുകയും തമ്മിലടിക്കുകയും ചെയ്തപ്പോൾ അധ്യാപകർ ഇടപെട്ട് അന്ന് രംഗം ശാന്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇവരോട് പ്രതികാരം വീട്ടാനായി ഈ വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇന്നലെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം, അവിടെ വെച്ചാണ് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഷഹബാസിനെ പോലുള്ള വിദ്യാർത്ഥിക്ക് ഒരു ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആ വിദ്യാർത്ഥിയെ മാറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഒരുപക്ഷെ ഇങ്ങനെ പക പോക്കിക്കൊണ്ടുള്ള ഒരു പ്രതികാര നടപടി, അതാണ് നമ്മൾ കണ്ടത്. സാധാരണ നമ്മൾ ഈ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. ഈ വിദ്യാർത്ഥികളുടെ പരിപാടികൾക്കിടെ പരസ്പരം വിളിച്ച് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച്, പ്രതികാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അതിന് പിന്നാലെ പോയി അതിന്റെ പ്രതികാരം നടപ്പിലാക്കുക, പരസ്പരം ഇന്നലെ കണ്ടുമുട്ടി അവിടെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ ഒരാൾക്ക് അതീവ ഗുരുതര നിലയിൽ ഒരുപക്ഷെ
ഏറ്റുമുട്ടുമ്പോൾ പോലും ഇല്ലാത്ത രീതിയിൽ കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് അത് അവിടെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരാൾക്ക് രക്തസാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും അപകടകരമായൊരു പ്രവണത പുതുതലമുറയ്ക്ക് ഇടയിൽ വരുന്ന ലഹരിയാണെങ്കിൽ മറ്റൊന്ന് പകപോക്കലിന്റെ ഒരു സമീപനം ഈ സമീപകാലത്ത് കാണുന്നു. നേരത്തെ നമ്മളൊക്കെ ആണെങ്കിൽ, നമ്മുടെ കാലത്തൊക്കെ ആണെങ്കിൽ മുതിർന്ന ഒരു തലമുറ അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുൻപുള്ള തലമുറ എന്ന് പറയുന്ന ഇന്നത്തെ യുവ സമൂഹം എന്ന് പറയുന്നവർക്ക് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായാൽ പോലും അത് പിന്നീട് പറഞ്ഞു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പകപോക്കലിന്റെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ സമീപകാലത്തുള്ള വാർത്തകളിലെല്ലാം തന്നെ, വിവരങ്ങളിലെല്ലാം തന്നെ, സംഭവങ്ങളിലെല്ലാം തന്നെ കാണുന്നത് ഇങ്ങനെ പകപോക്കിക്കൊണ്ട് പിന്തുടർന്നുകൊണ്ട് അതിനെ വലിയ രീതിയിൽ അത് വഷളാക്കുകയും ആളുകളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഇവിടെ താമരശ്ശേരിയിലും സംഭവിച്ചിരിക്കുന്നത്. ഷഹബാസിന്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് പോയത് ഈ പകപോക്കലിന്റെ ഒരു സമീപനമാണ്, വിദ്യാർത്ഥികളുടെ പകപോക്കലിന്റെ സമീപനമാണ്. അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്തുടർന്നുകൊണ്ട് ഇയാളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. റിയാസ്, അതേസമയം തന്നെ ഫെയർവെൽ പാർട്ടിക്കിടെയാണ് ആദ്യം ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. തുടർന്ന് എങ്ങനെയാണ് ഈ പ്രശ്നം ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് പോവുകയുണ്ടായത്? ആ സംഭവങ്ങൾ ഒന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ച ഫെയർവെൽ പാർട്ടി നടക്കുന്നു. അതിനിടെ ഈ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡാൻസ് പരിപാടി നടക്കുന്നു. അതിനിടയിൽ ഇവരുടെ പാട്ട് സാങ്കേതിക തകരാർ, സാധാരണ പോലെ ഫോൺ തകരാറായതിനെ തുടർന്ന് ഇവരുടെ പാട്ട് നിൽക്കുന്നു. സ്വാഭാവികമായും പാട്ട് നിൽക്കുമ്പോൾ സ്കൂളും ഒക്കെ ആകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൂവി വിളിക്കും. പക്ഷേ ആ കൂവി വിളിക്കലിന്റെ പേരിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന അധ്യാപകരും മുതിർന്ന ആളുകളും എല്ലാം തന്നെ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുന്നു. അന്ന് അവരെ പറഞ്ഞുവിടുന്നതിന് പിന്നാലെ പ്രതികാരത്തിനായി ഈ കുട്ടികൾ, പ്രത്യേകിച്ച് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. ആ രൂപീകരിച്ച് ഇതേക്കുറിച്ചാണ് ചർച്ച. ഞായറാഴ്ച കഴിഞ്ഞ ഇന്നലെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഇത്രയും ദിവസം ഇവരെ സംബന്ധിച്ച് എങ്ങനെ പക വീട്ടും എന്നത് മാത്രമായിരുന്നു ചർച്ച എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക്, വളരെ ഗുരുതരമായ രീതിയിലേക്ക് ഇവരുടെ മനോഭാവം പോയി. ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരസ്പരം കാണാൻ വേണ്ടി കൊമ്പ് കൊടുക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ടായി. അങ്ങനെയാണ് ഇന്നലെ ഇവർ കാണുന്നു. ആ സമയത്ത് തുടക്കത്തിൽ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തുടക്കത്തിൽ പരസ്പരം കൊമ്പ് കോർത്ത് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന രംഗത്തിൽ ആദ്യം ഈ ഷഹബാസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികൾ വിളിച്ചതനുസരിച്ചാണ് ഷഹബാസ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഷഹബാസ് ഈ ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞ് പുറമെ ഒരു പരിക്കൊന്നും തന്നെ ബാഹ്യമായി ഷഹബാസിന് കാണാനുണ്ടായിരുന്നില്ല. തിരികെ വീട്ടിലെത്തുന്നു. പക്ഷേ വീട്ടിലെത്തി അവശത പ്രകടിപ്പിക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരു അവസ്ഥയുണ്ടാകുന്നു. ഷഹബാസിന് ആന്തരികമായ പരിക്കാണ് ഏറ്റത്. അത്രയും ഗുരുതരമായ രീതിയിൽ ശരീരത്തിന്റെ ഉള്ളിൽ ആഴത്തിലുള്ള ചതവ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. ഇത് ഛർദ്ദിലുണ്ടാകുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അത് ഗുരുതര നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഷഹബാസിന്റെ മരണം സംഭവിക്കുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഹരിത. റിയാസ്, അതേസമയം തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് സമീപവാസികളിൽ മുതിർന്നവരാരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ മറ്റ് പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നിലവിൽ 5 പേരാണ്. 5 പേരും വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിലുള്ളത്. അതിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് 3 പേർ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്ത ആളുകളാണ്. അത് സമാനമായ രീതിയിൽ എന്ന് പറയുമ്പോൾ അത് കൊലപാതകത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ പരസ്പരം ഏറ്റുമുട്ടുകയും പോർവിളിക്കുകയും പിന്തുടർന്ന് പ്രതികാരം നടത്തുകയും ചെയ്യുന്ന 3 പേർ അതിനകത്തുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവരുടെ പ്രേരണ മറ്റു 2 പേരെ കൂടി ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആളൊഴിഞ്ഞ ഒരു ഇടമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം ഈ ഒരു സംഭവത്തിൽ വളരെ ഗൗരവകരമായി മാറിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമല്ല. ഇന്നലെ നൽകുമ്പോൾ പോലും ഗൗരവകരമാണ്. പക്ഷേ അതിനേക്കാൾ അതീവ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. ആ
സംഭവം ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ പകപോക്കിയുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടൽ മാറുന്നു എന്നുള്ളത് വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കരുതേ എന്ന് നമുക്ക് ആണയിട്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ പൊതുസമൂഹം കുറ്റക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റാത്ത രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഒരുപോലെ ഇതിൽ കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം പരസ്പരം ഏറ്റുമുട്ടുന്ന പോർവിളിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീടും അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ രണ്ട് വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്കും ഇവരുടെ എല്ലാം രക്ഷിതാക്കൾക്കും ഒരുപോലെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ മുതിർന്നവരും പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി പോലീസിന്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി എന്തൊക്കെ നിയമപരമായ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക അതിന്റെ കർശനമായ രീതിയിലുള്ള നിയമ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്ന് പോലീസിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ആക്രമിച്ച വിദ്യാർത്ഥിയുടെ ഫോൺ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വാട്സപ്പ് സന്ദേശത്തിൽ അവർ പറയുന്നത് കൂട്ടത്തല്ലായതുകൊണ്ട് കേസെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പോലീസ് കേസെടുക്കില്ല, അത്തരത്തിലുള്ള ആത്മവിശ്വാസം വിദ്യാർത്ഥികളിൽ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ധാരണയോടെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേരത്തെ ഇത്തരത്തിൽ അക്രമം നടത്തിയപ്പോൾ അവരെ സംബന്ധിച്ച് മുമ്പിൽ വരുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് കാര്യമായി വന്നിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് തീരുമാനിക്കേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡും കാര്യങ്ങളുമാണ്. ഒരുപക്ഷെ അന്ന് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയൊക്കെ ഓർത്തായിരിക്കണം ഇവരെ ഒരു ഇളവ് ഇവർക്ക് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് അതൊരു അലങ്കാരമാക്കിക്കൊണ്ട് അതായത് അവർ പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം പോലെയാണ് ഇത്. വിദ്യാർത്ഥികൾ ഇത്തരം തെറ്റ് ചെയ്താൽ ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് അത് തെറ്റാണ്. അതിനനുസൃതമായ രീതിയിൽ തന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത ആളുകൾ തെറ്റ് ചെയ്താൽ ഏതൊക്കെ രീതിയിലായിരിക്കുമോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് അനുസരിച്ചുള്ള ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ നിയമ നടപടികൾ അതിന് ഇവർ വിധേയരാകേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. വളരെ ഗൗരവകരമായ കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവമാണ്. അത്ര ഒരിക്കലും അനുകരിക്കാവുന്ന മാതൃകാപരമായ രീതിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങേയറ്റത്തെ കുറ്റകൃത്യമാണ്. അത് ആര് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ ഇനിയൊരിക്കലും ഇത്തരത്തിലൊരു അനുഭവം ആർക്കും ഇവിടെയും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പഴുതുകൾ ഇവർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിൽ ആ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇവർ പ്രതികാരത്തിനായി ഒരു വാട്സപ്പ് കൂട്ടായ്മ പോലും രൂപീകരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളുടെ മനോഭാവം പോയി എന്നുള്ളത് ഈ താമരശ്ശേരിയിലെയും വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളിൽ ഈ അക്രമം നടത്തിയവരുടെ മനോഭാവം പോയി എന്നുള്ളത് അങ്ങേയറ്റം ദയനീയമായൊരു സാഹചര്യമാണ് ഉളവാക്കിയിരിക്കുന്നത്. റിയാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഈ മർദ്ദനമേറ്റ അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ച ഈ ഷഹബാസ് പോലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തനിക്ക് ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ടുവെന്നോ അല്ലെങ്കിൽ ഇത്തരം സംഘർഷം ഉണ്ടായെന്നോ ഇങ്ങനെ അടി മറ്റുള്ള വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഷഹബാസ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേ നിലക്കാണ് രക്ഷിതാക്കളൊന്നും ഇത്തരം നടക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി അറിയുന്നില്ല, അല്ലെങ്കിൽ